ഹലോ, ഗുഡ് ഈവനിങ്. ഒരിക്കലല്ലേ? ഹലോ. അതെ. സോ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ് ആയിരുന്നു. അതിൽ എന്താണ് ഐറിസ് ഡാറ്റ സെറ്റ് വെച്ചിട്ടുള്ള ഗ്രിഡ് സെർച്ച് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ, CSV വെച്ചിട്ട് അല്ല, സോറി, SVM വെച്ചിട്ട്. എന്തായിരുന്നു SVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ SVC എന്ന് വെച്ചാൽ? എന്താ അതിൻ്റെ ഫുൾ ഫോം? ഹലോ. എന്താ SVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? SVC ഫുൾ ഫോം ആണോ? ആ സപ്പോർട്ട് വെക്റ്റർ ക്ലാസ്. സപ്പോർട്ട് വെക്റ്റർ ക്ലാസിഫയർ. ഓക്കെ. സോ നമ്മൾ ലാസ്റ്റ് എന്തായിരുന്നു ചെയ്തത്? ഇവിടെ വേണമെങ്കിൽ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടും കൂടി വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുക്കാം. അതേപോലെ റാൻഡമൈസ്ഡ് കൊടുത്തിട്ടുണ്ട്. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല അല്ലേ? വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ട്രെയിൻ _ ടെസ്റ്റ് _ കൊടുക്കുക, സ്പ്ലിറ്റ് കൊടുക്കുക, ഒരു കോമയും കൂടെ കൊടുക്കാം. ഓക്കെ. സോ പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഐറിസ് ഡാറ്റ സെറ്റ് നമുക്ക് വേറെ രീതിയിലും കൂടി വേണമെങ്കിൽ ലോഡ് ചെയ്യാം കേട്ടോ. ഡാറ്റ സെറ്റ്സ് എന്ന് പറയുന്ന SQLിലുള്ള ഡാറ്റ സെറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ലൈബ്രറി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഐറിസ് ഡാറ്റേനെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ അതിൽ എക്സും വൈയും ബൈ ഡീഫോൾട്ട് നമുക്ക് എക്സ് ഈക്വൽ പറഞ്ഞാൽ ഐറിസ് ഡോട്ട് ഡാറ്റയും ഐറിസ് ഡോട്ട് ടാർജറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാറ്റേനെ ലോഡ് ചെയ്യാൻ പറ്റും. സോ ഞാനിതൊന്ന് ചേഞ്ച് ചെയ്യുവാണ്. ഇവിടെ ഞാൻ കമൻറ്റ് ചെയ്ത് തരുവാണ് കേട്ടോ. സോ ഡാറ്റ സെറ്റ് ഡയറക്റ്റ്ലി ലോഡ് ചെയ്യുന്നതിന് പകരം SQLിൽ ലോഡ് ചെയ്യുവാണ്. സോ ഫ്രം sklearn ഇമ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഡാറ്റ സെറ്റ്സ്. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഐറിസ് ഡാറ്റനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അത് ആ ഒരു ഫസ്റ്റ് ലൈൻ റൺ ആയിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് കൊടുക്കാം, ഇനി അതിനെ യൂസ് ചെയ്യണ്ടേ. സോ ഒരു വേരിയബിൾ വേണം. സോ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ എന്ത് കൊടുക്കുക, ഡാറ്റ സെറ്റ്സ് ഡോട്ട് ലോഡ് _ ഐറിസ് കൊടുക്കുക. അതേപോലെ വേറെയും ഡാറ്റ സെറ്റ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്, SQLിൽ അവൈലബിൾ ആണ്. സോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ലോഡ് ഐറിസ് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. ഉണ്ടായിട്ടുണ്ട്. സീരീസ് ഓഫ് ഡാറ്റാസ് അല്ലെങ്കിൽ അറേ ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ല, ഡാറ്റ ഫ്രെയിമിൻ്റെ ഫോമാറ്റിലല്ല വന്നിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ സെപ്പറേറ്റ്ലി എക്സും വൈയും കൊടുത്തതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി എക്സും വൈയും കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഞാൻ നെക്സ്റ്റ് സെല്ലിലായിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ബിലോ കൊടുക്കുന്നുണ്ട്. തന്നെ ഇവിടെ എന്ത് കൊടുക്കാം, എക്സ് ഈക്വൽസ് ഡാറ്റ ഡോട്ട് കൊടുക്കുക, ഡാറ്റ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ y ഈക്വൽസ് ഡാറ്റ ഡോട്ട് കൊടുക്കുക, ടാർജറ്റ് കൊടുക്കാം. ഈ ഡാറ്റയുടെ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ അത് ഓക്കെ ആയിട്ടുണ്ട്.
ഓക്കെ, സോ എക്സും വൈ ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുത്താലും കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഫീച്ചേഴ്സും ടാർഗറ്റ്സും നമുക്ക് വരും. സോ ഇതിൽ ഐറിസ് ഡോട്ട് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത്, ഈ 4 കോളംസ് ആയിരിക്കും ഐറിസ് ഡോട്ട് ഡാറ്റയിൽ വരുന്നത്, ഡാറ്റ ഡോട്ട് ഡാറ്റയിൽ വരുന്നത്. അതേപോലെ തന്നെ ഡാറ്റ ഡോട്ട് ടാർജറ്റിൽ എന്തായിരിക്കും, നമ്മുടെ ക്ലാസ് ലേബൽസ് 0s 1s and 0 1 and 2 നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ടായല്ലോ, 0 for സെറ്റോസിയ ആൻഡ് 1 for വേഴ്സിക്കല ആൻഡ് 2 for വെർജിനിക്ക. സോ ഈ ഒരു കാറ്റഗറി അനുസരിച്ചിട്ട് ആ ക്ലാസ് ലേബൽസ് അനുസരിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത ഡാറ്റ ആയിരിക്കും എക്സും വൈയിലും വരുന്നുണ്ടാവുക കേട്ടോ. സോ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്യാം, ഓപ്ഷണൽ ആണ്. സോ ഇതിന് പകരം ഇത് കമന്റ് ചെയ്തിടുവാണേ, നമ്മൾ ഡയറക്റ്റ്ലി ലോഡ് ചെയ്ത ഡാറ്റ വെച്ചിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാന്ന് വെച്ചു. ഇനി നെക്സ്റ്റ് ഇത് റൺ ചെയ്ത് നോക്കുക. ദെൻ അതിന് ശേഷം നമുക്ക് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് വേണമെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സോ നെക്സ്റ്റ് സെല്ലിൽ ഇത് കൊടുക്കുന്നുണ്ട്, എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ്, ദെൻ വൈ ട്രെയിൻ ആണ് കൊടുക്കേണ്ടത്. സോ വൈ ട്രെയിൻ കോമ എന്ത് കൊടുക്കാം, വൈ ടെസ്റ്റ് ഈക്വൽസ് എന്ത് കൊടുക്കാം, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കണം, എക്സ് കോമ വൈ, അഗെയിൻ എന്ത് കൊടുക്കുക, ടെസ്റ്റ് സ്കോർ കൊടുക്കുക, ടെസ്റ്റ് സൈസ് ഈക്വൽസ് എന്ത് കൊടുക്കുക, 0.2 കൊടുക്കുക, കോമ റാൻഡം സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യുക കേട്ടോ. സോ റാൻഡം അണ്ടർസ്കോർ സ്റ്റേറ്റ് ഈക്വൽസ് 42 ഇതുപോലെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യേണ്ട അവിടെ തന്നെ ക്ലോസ് ചെയ്തിരുന്നില്ല. ഓക്കെ, സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും സ്പ്ലിറ്റിങ്ങും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് സ്കെയിലാർ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈക്വലി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് സ്കെയിലാർ യൂസ് ചെയ്യാം. നമ്മളിവിടെ താഴെ യൂസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. സോ അതിനുവേണ്ടി സ്റ്റാൻഡേർഡ് സ്കെയിലാർ ഇമ്പോർട്ട് ചെയ്യണ്ടേ, ഫ്രം ഇത് കൊടുക്കുക, സ്കെയിലർ ഡോട്ട് പ്രീ പ്രോസസ്സിംഗ് ഇമ്പോർട്ട് കൊടുക്കുക സ്റ്റാൻഡേർഡ് സ്കെയിലർ. ഓക്കെ, ഇനി റൺ ചെയ്ത് നോക്കാം. എന്തായിരുന്നു, നമ്മളിവിടെ എക്സ് ഈക്വൽ ഡാറ്റ ഡോട്ട് ഡാറ്റ എന്ന് കൊടുത്തില്ലേ, എക്സ് വൈയും. അപ്പൊ നമ്മള് ഈ ടാർഗറ്റ് കോളം നെയിം മെൻഷൻ ചെയ്ത് കൊടുക്കാതെ കിട്ടും അങ്ങനെ? അത് കിട്ടും. നമ്മൾ സ്കെയിലറിനാണ് ഡാറ്റ ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി ഡാറ്റ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഐറിസ് അതായത് അത് ബൈ ഡിഫോൾട്ട് ഉള്ള ഡാറ്റ സെറ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഡോട്ട് ഡാറ്റ അല്ലെങ്കിൽ ഡോട്ട് ടാർജറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടാർജറ്റ് കോളംസും അതേപോലെ തന്നെ ഫീച്ചേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. അതാണ് നമ്മളൊരു ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഡാറ്റ സെറ്റും ഇതും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ, വേറെ അധികം വ്യത്യാസങ്ങൾ വരുന്നില്ല. ആ ഒരു ബിഗിനിങ് ലെവലിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ബാക്കി എല്ലാം അതേപോലെ നമ്മൾ സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ സ്റ്റാൻഡേർഡ് സ്കെയിലർ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത് നോക്കാം. സോ എന്താണ്, സ്കെയിലർ ഈക്വൽസ് ഇത് കൊടുക്കുക, സ്റ്റാൻഡേർഡ് സ്കെയിലർ ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ എക്സ് ട്രെയിൻ അണ്ടർസ്കോർ സ്കെയിൽ ഈക്വൽസ് എന്ന് കൊടുക്കുക, ഒബ്ജക്റ്റിൻ്റെ പേര് സ്റ്റാൻഡേർഡ് സ്കെയിലറിൻ്റെ ഒബ്ജക്റ്റിൻ്റെ നെയിം ഡോട്ട് ഫിറ്റ് ട്രാൻസ്ഫോം കൊടുക്കുന്നുണ്ട്. ഫിറ്റ് ട്രാൻസ്ഫോം എന്ത് കൊടുക്കുക, ബ്രാക്കറ്റിൽ എക്സ് ട്രെയിൻ കൊടുക്കുക. സെയിം വേ എന്തും കൊടുക്കണം, എക്സ് ടെസ്റ്റും കൂടി കൊടുക്കാനുണ്ട്. എക്സ് ടെസ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എക്സ് ടെസ്റ്റ് കൊടുത്തൂല്ലേ, ഇവിടെ എക്സ് ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ് ടെസ്റ്റും കൊടുക്കാനുണ്ട്. എക്സ് ടെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോം ആണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. സെയിം ഒബ്ജക്റ്റ് സ്കെയിലൊന്നും കൂടെ ആഡ് ചെയ്യാം. സ്കെയിൽ ഈക്വൽസ് കൊടുക്കുന്നുണ്ട്, സ്കെയിലർ ഡോട്ട് ട്രാൻസ്ഫോം കൊടുക്കുക,
ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ടെസ്റ്റ് കൊടുക്കാം. ഓക്കെ, സോ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്ലിറ്റിങ് 80%-ഉം 20% ആക്കി കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ SVM യൂസ് ചെയ്തിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഫീച്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫീച്ചർ മാഗ്നിറ്റ്യൂഡ് യൂസ് ചെയ്തിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റേനെയൊക്കെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം ബേസിക് ആയിട്ടുള്ള മോഡൽ ക്രിയേഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ മോഡൽ തന്നെ ഇങ്ങനെ കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മോഡൽ മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഫിറ്റ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഫിറ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു ഡാറ്റ വെച്ചിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. ദെൻ ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സെല്ലിൽ എന്തും ചെയ്യാം, നമുക്ക് നമ്മൾ നോർമലി കൊടുക്കുന്ന പോലെ ആക്യുറസി ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ കൊടുത്ത പോലെ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, മോഡൽ ഡോട്ട് ഫിറ്റ് കൊടുത്ത് നോക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ സ്കെയിൽഡ് ഡാറ്റ xtrain_scale y train കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കുക, ypred കൊടുക്കാം. അതായത് പ്രിഡിക്റ്റഡ് വാല്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ypred ഈക്വൽസ് എന്താണ് മോഡൽ ഡോട്ട് ഇത് കൊടുക്കുന്നുണ്ട്, പ്രിഡിക്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ടെസ്റ്റ് സ്കെയിൽ കൊടുക്കാം, x_scale കൊടുക്കാം. സോ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ആക്യുറസി സ്കോറും കൂടി ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. സോ അതിന് വേണ്ടിയിട്ട് പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ആക്യുറസി കോളൻ ഒരു സ്പേസ് ഇടുന്നുണ്ട്. തന്നെ അതിന് ശേഷം കോമ ഇതാണ് ആക്യുറസി സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ y ടെസ്റ്റ് കോമ ypred കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്ത് നോക്കാം. സോ ആക്യുറസി സ്കോർ എന്താണ് വന്നത്, 1 ആണ് വന്നത് അല്ലേ. സോ നമ്മളൊരു ഡിഫോൾട്ട് SVC മോഡൽ, അതായത് RBF ആണ് കേണൽ വരുന്നത്. ഡിഫോൾട്ട് ഒരു മോഡൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ദെൻ പ്രിഡിക്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ പ്രിഡിക്ഷൻസ് ചെയ്ത് നോക്കി. ദെൻ എന്താണ് ആക്യുറസി സ്കോർ, അതായത് പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടെസ്റ്റ് സെറ്റിൽ വെച്ചിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്യുറസി സ്കോറും ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഇനി SVCയിൽ നമ്മൾ മെയിൻ പറഞ്ഞ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ആയിരുന്നു നമ്മുടെ കേണൽസ് എന്ന് പറയുന്നത്, C, അതായത് റെഗുലറൈസ്ഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന C ഹൈ ആണെങ്കിൽ എന്തായിരിക്കും, റെഗുലറൈസേഷൻ കുറവായിരിക്കും. ബട്ട് നമ്മുടെ ട്രെയിനിങ് ഡാറ്റ ആയിട്ട് വെൽ ഫിറ്റ് ആയിട്ടായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. C ലോ ആണെങ്കിൽ മോർ റെഗുലറൈസേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മോഡറേറ്റ് ലെവലാണ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുക, Cന്റെ വാല്യൂ കൊടുക്കാൻ പറ്റുക. അതേപോലെ കേണൽസ് എന്ന് പറയുന്നത് എന്താണ്, ആ ടൈപ്പ് ലീനിയർ പോളി RBF സിഗ്മോയിഡ്, ആ സ്പെസിഫിക് ടൈപ്പ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അതേപോലെ ഗാമ എന്ന് പറയുന്നത് എന്താണ്, കേണലിലെ കോയിഫിഷ്യന്റ്, അതായത് RBFന്റെ കേസിൽ RBF പോളി സിഗ്മോയിഡ്, ഇതിൽ കേണലിന്റെ കോയിഫിഷ്യന്റ് ആണ് ഇത് ഗാമ വരുന്നത്. സോ ലോ ആണെങ്കിൽ ഫാർ ഇൻഫ്ലുവൻസ് ആയിരിക്കും വരുന്നത്, ഹൈ ആണെങ്കിൽ ക്ലോസ് ഇൻഫ്ലുവൻസ് ആയിരിക്കും വരുന്നത് ഗാമേന്റെ കേസിൽ. ഇനി ഡിഗ്രി എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. ഡിഗ്രി എന്ന് പറയുമ്പോൾ പോളിനോമിയൽ കേണലിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡിഗ്രി കൊടുക്കുക. സോ കേണൽ പോളി ആണെങ്കിൽ നമുക്ക് ആ ഒരു ഡിഗ്രിയും കൂടി വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഇവിടെ താഴെ SVC = 5 കൊടുത്ത പോലെ തന്നെ ഡിഗ്രിയും വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പോളിക്ക് മാത്രമായിരിക്കും അത് റെലവൻ്റ് ആയിട്ടുണ്ടാവുക, ബാക്കി കോളംസിനൊന്നും അത് റെലവൻ്റ് ആയിരിക്കില്ല. ഇനി നേരത്തെ കൊടുത്ത പോലെ പരം ഗ്രിഡ് കൊടുക്കാം. അതേപോലെ എന്താണ്, ഇവിടെ നമ്മൾ GSCV ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇതേപോലെ ഗ്രിഡിൽ ഫിറ്റും ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. റൺ ചെയ്യാം. ദെൻ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ബെസ്റ്റ് ഒരു പാരാമീറ്റർ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് പാരാമീറ്റേഴ്സ് മീൻസ് നമുക്ക് ഒരു ഡാറ്റ ഫ്രെയിംസ് കിട്ടിയിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് പാരാമീറ്റേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കൊരു ബെസ്റ്റ് പാരാമീറ്റർ കിട്ടിയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ബെസ്റ്റ് സ്കോർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. സോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെസ്റ്റ് സ്കോർസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഈ പരം ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ
നമുക്ക് എന്ത് കൊടുക്കാം, SVC കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ CSV ഇവിടെ നമ്മൾ മോഡലിന്റെ നെയിം കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ ഇവിടെ മോഡലിന്റെ നെയിമും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കുകയല്ലേ ചെയ്തത്, സോ അതിൻ്റെ ഉള്ളിൽ ആഡ് ഓൺ ആയി പോവും. സോ CV = 5 കൊടുത്ത പോലെ തന്നെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെയും കൂടി ആഡ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, SVC എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യാം, അതേപോലെ കോമ കൊടുക്കാം. ദെൻ നമ്മൾ ഈ ഗ്രിഡ്, ഈ ഒരു ഡാറ്റേനെയാണ് പരം ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ്ലി കൊടുക്കാമെന്ന് മാത്രം. മാക്സിമം പാരാമീറ്റേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് നമ്മൾ ഈ കൊടുക്കുന്നതിനെയാണ് പരം ഗ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇത് കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലുള്ള കേട്ടോ പുറത്ത് കൊടുക്കണം SVC എന്നുള്ളത്, ബിക്കോസ് ആ ഒരു ഗ്രിഡിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. മോഡൽ കോമ കൊടുക്കാം, സോറി നമ്മൾ മോഡൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. ഈ മോഡലിൻ്റെ വേരിയബിൾ നെയിം SVC നമ്മൾ പകരം വേണമെങ്കിൽ ഇവിടെ മോഡലിന് പകരം SVC എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താലും ഇഷ്യൂസ് ഇല്ല. ദെൻ ഇത് വേണമെങ്കിൽ ഈ ഒരു ഡിക്ഷണറി വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു വേരിയബിളിലേക്ക് ആക്കിയിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതേപോലെ റീഫിറ്റ് = ട്രൂ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. വെർബോസ് ഈക്വൽസ് വാല്യൂ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. CV = 5 കൊടുത്തിട്ടുണ്ട്. ഇതിൽ പരം ഗ്രിഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കോമ്പിനേഷൻസ് ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസിനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാമെന്ന് മാത്രം. അതായത് ഏതൊക്കെ പാരാമീറ്റേഴ്സ് നമുക്ക് ഇതിൽ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ ഗ്രിഡ് സെർച്ച് CV നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. റീഫിറ്റ് = ട്രൂ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് മോഡൽ, അതായത് ബെസ്റ്റ് പാരാമീറ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വേണമെങ്കിൽ എന്തും കൊടുക്കാം, റീഫിറ്റ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ട്രൂ കൊടുക്കുക, കോമ. ദെൻ റൺ ചെയ്ത് നോക്കുക, റൺ ചെയ്ത് നോക്കുക, ദെൻ നെക്സ്റ്റ് റൺ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, സോ അതേമാതിരി റീഫിറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. റീഫിറ്റ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് മോഡൽ അല്ലെങ്കിൽ ബെസ്റ്റ് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ബെസ്റ്റ് മോഡലിനെ റീഫിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഫിറ്റ് = ട്രൂ കൊടുക്കുന്നത്. CV = 5 എന്ന് പറയുന്നത് 5-fold ക്രോസ് വാലിഡേഷൻ ആണ് അവിടെ നടക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ടാണ് നമ്മൾ CV = 5 കൊടുക്കുന്നത്. ദെൻ വെർബോസ് = 2 കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ട്രെയിനിങ് ലോഗ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്, കമ്പൽസറി അല്ല. ദെൻ നമുക്ക് വേണമെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ തൊട്ട് താഴെ നമ്മൾ ചെക്ക് ചെയ്ത പോലെ എന്ത് ചെയ്യുക, പരമല്ല ബെസ്റ്റ് പരംസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ ബെസ്റ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് അവിടെ കിട്ടും. അതേപോലെ പ്രിഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് പ്രിഡിക്ഷൻസ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ വൈപ്രെഡ് കൊടുത്താൽ മതി. ഗ്രിഡിൻ്റെ പ്രിഡിക്ഷൻസ് വേണമെങ്കിൽ ഇവിടെ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാം, നെക്സ്റ്റ് സെല്ലിൽ വൈപ്രെഡ് ഈക്വൽസ്, വൈപ്രെഡ് ഓൾറെഡി ഉള്ളതാണ്, വൈപ്രെഡ് _ഗ്രിഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈക്വൽസ് നമ്മുടെ ഇവിടുത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് GSCV ആണ്. സോ അത് കൊടുക്കുന്നുണ്ട്. ഡോട്ട് പ്രിഡിക്റ്റ്, നമ്മൾ മോഡൽ ഡോക്ടർ പ്രിഡിക്റ്റ് കൊടുക്കൂലേ, ആ ഒരു വേറെ, അതിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് GSCV ആണ്. ഇത് ഗ്രിഡ് സെർച്ചിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് മാത്രം. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, xTest_scaled കൊടുക്കുക. ഒരു സ്കെയിൽ ഡാറ്റ തന്നെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റർ അടിക്കുന്നുണ്ട്. ദെൻ ആക്യുറസി സ്കോർ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഗ്രിഡ് സെർച്ച് ആക്യുറസി കോളൻ ഒരു സ്പേസ് കൊടുക്കുക, കോമ എന്ത് കൊടുക്കുക, ആക്യുറസീസ് _സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ YTesറ്റും വൈപ്രെഡും കൊടുക്കാം. YTest, വൈപ്രെഡ് കൊടുക്കുക, വൈപ്രെഡ് ഗ്രിഡ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് എടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ക്ലാസിഫിക്കേഷൻ _ റിപ്പോർട്ട് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ YTesറ്റും വൈപ്രെഡും കൊടുക്കുക. സോ YTest, ഇത് കൊടുക്കുക, വൈപ്രെഡ് ഗ്രിഡും കൂടി ആഡ് ഓൺ ചെയ്യാം. ഇത് നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം.
ആക്യുറസി സ്കോർ എന്ന് പറയുന്നത് 0.1 ആണ്, കുറവാണ്. സോ ഗ്രിഡ് സെർച്ച് ചെയ്യുമ്പോഴും നമുക്ക് ആക്യുറസി കുറഞ്ഞു. നമുക്ക് വേറൊരു മെത്തേഡും കൂടി ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്ങിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സിക്ക് കൊടുത്ത വാല്യൂ ഇതേപോലെ തന്നെ ഗാമയ്ക്ക് കൊടുത്ത വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഇൻ ബിറ്റ്വീൻ 0 to 1 വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടിന്യൂസ് വാല്യൂസ് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് ഇതിൻ്റെ ഫുള്ള് ചെയ്തിരുന്നു അല്ലേ. സോ ഓരോ കാണാലിൻ്റെയും ഔട്ട്കം എങ്ങനെയാണ് വരുന്നത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് റാൻഡം സെർച്ചിൻ്റെ നെക്സ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ ഗ്രിഡ് സെർച്ചിൻ്റെ നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതേപോലെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റാൻഡം സെർച്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ റാൻഡം സെർച്ച് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് പാരാമീറ്റേഴ്സ് ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ടായി. സോ നെക്സ്റ്റ് സെല്ലിൽ റാൻഡം സെർച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. റാൻഡം സെർച്ച് CV എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ സ്കോർ മോഡൽ ലിസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ. then ഒരു ഫോർ ലൂപ്പ് കൊടുത്തിടുവാണ് കേട്ടോ. ഇവിടെ ഗ്രിഡ് സെർച്ച് കൊടുത്തതുപോലെ തന്നെ സെയിം വേ. ഓക്കെ, ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, സ്കോഴ്സ് അല്ലെങ്കിൽ സ്കോഴ്സ് ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു empty ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുന്നുണ്ട്, മോഡൽ അണ്ടർസ്കോർ നമ്മുടെ ലിസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ കോർണേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ലിസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പാസ് ചെയ്യാൻ പറ്റും. ഇത് കൊടുക്കാം, SVC കൊടുക്കാം. ദെൻ അതേപോലെ തന്നെ കോമ കൊടുക്കാം. എന്താണ് RF കൊടുക്കാം. അതായത് ഇത് നമ്മുടെ അൽഗോരിതംസ് ആണ് കേട്ടോ. SVC എന്ന് പറയുന്നത് എന്താണ്, സപ്പോർട്ട് വെക്റ്റർ ക്ലാസിഫയർ ആണ്. RF എന്ന് പറയുന്നത് റാൻഡം ഫോറസ്റ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് KNN വേണമെങ്കിൽ കൊടുക്കാം, KNN. അതേപോലെ നെക്സ്റ്റ് ഡിസിഷൻ ട്രീയും കൂടി കൊടുക്കാം, DT. ഓക്കെ, സോ ലിസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോർ ലൂപ്പ് കൊടുക്കാം. സോ ഫോർ മോഡൽ നെയിം തന്നെയാണ് കൊടുക്കുന്നത്. സോ മോഡൽ നെയിം, സോ മോഡൽ നെയിം ഇൻ എന്ത് കൊടുക്കാം, മോഡൽ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ മോഡൽ അണ്ടർസ്കോർ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്, കോളൻ. ദെൻ എന്ത് കൊടുക്കാം, മോഡൽ ഇൻഫോർമേഷൻസ് നമുക്ക് കൊടുക്കണം. സോ മോഡൽ കൊടുക്കാം അണ്ടർസ്കോർ ഇൻഫോ ഈക്വൽസ് എന്ത് കൊടുക്കാം, മോഡൽ ഡോട്ട് അല്ല മോഡലിൻ്റെ പാരാമീറ്റേഴ്സ്. സോ മോഡൽ പാരംസ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മോഡൽ നെയിം കൊടുക്കാം, നെക്സ്റ്റ് എന്താണ്, റാൻഡമൈസ്ഡ് സെർച്ച് CV ആണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോണത്. നെക്സ്റ്റ് ലൈനിലേക്ക് പോവാ. RSCV കൊടുക്കുന്നുണ്ട്. RSCV ഈക്വൽസ് കൊടുക്കുക റാൻഡമൈസ്ഡ് സെർച്ച് CV കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, മോഡൽ അണ്ടർസ്കോർ ഇൻഫോ. ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, മോഡൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് അതിന് ശേഷം കോമ. നെക്സ്റ്റ് എന്താണ്, മോഡലിൻ്റെ ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, മോഡൽ അണ്ടർസ്കോർ ഇൻഫോ കൊടുക്കുന്നുണ്ട്. ഇൻഫോ അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ പരംസ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം അഗെയിൻ കോമ ഇത് കൊടുക്കുന്നുണ്ട്. CV ഈക്വൽസ് 5 കൊടുക്കുന്നുണ്ട്. അതേപോലെ N__ ഐറ്റർ കൊടുക്കുന്നുണ്ട്. ഐറ്റർ ഈക്വൽസ് 3 കൊടുക്കുന്നുണ്ട്. കോമ എന്താണ്, റാൻഡം അണ്ടർസ്കോർ സ്റ്റേറ്റ് പറയുന്നത് 3 കൊടുക്കുന്നുണ്ട്.
RSCV ഡോട്ട് ഇത് കൊടുക്കുന്നുണ്ട്, ഫിറ്റ് കൊടുക്കുന്നുണ്ട്, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ x, y കൊടുക്കുന്നുണ്ട്, സ്കോഴ്സ് ഡോട്ട് അപ്പൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കേർലി ബ്രാക്കറ്റ്സിൽ സിംഗിൾ കോട്സിൽ നമ്മുടെ മോഡൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, കോളൻ കീ വാല്യൂ വേറെ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. സോ കോളൻ മോഡൽ അണ്ടർസ്കോർ നെയിം, മോഡൽ നെയിം പാസ് ചെയ്യണം. അതേപോലെ തന്നെ സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കുക, ബെസ്റ്റ് അണ്ടർസ്കോർ സ്കോർ എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് വേണം. then അതിന് ശേഷം ഒരു കോളൻ ഇത് കൊടുക്കുക, RSCV ഡോട്ട് ബെസ്റ്റ് അണ്ടർസ്കോർ എന്ത് കൊടുക്കുക, സ്കോർ കൊടുക്കുക, അണ്ടർസ്കോറും കൂടെ കൊടുക്കുക, കോമ. നെക്സ്റ്റ് എന്താണ്, നമുക്ക് ബെസ്റ്റ് പാരാമീറ്റേഴ്സും കൂടെ വേണ്ടേ. സോ സിംഗിൾ കോട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ബെസ്റ്റ് അണ്ടർസ്കോർ പരംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം കോളം കൊടുക്കുക, then again RSCV ഡോട്ട് ബെസ്റ്റ് അണ്ടർസ്കോർ പരംസ് കൊടുക്കുക, ഒരു അണ്ടർസ്കോറും കൂടി കൊടുക്കുക. ഇതിന് ശേഷം ഇതൊന്ന് റൺ ചെയ്ത് നോക്കുക, ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റ ഫ്രെയിം താഴെ ക്രിയേറ്റഡ് ആവും. സോ അത് നമുക്ക് ചെയ്യണം. സോ PD ഡോട്ട് ഡാറ്റ ഫ്രെയിം കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, സ്കോഴ്സ് കൊടുക്കുക. ബിക്കോസ് നമ്മളിവിടെ അപ്പൻഡാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ ഓരോന്നിൻ്റെയും എക്സാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് സ്കോർ ഏത് മോഡലിലാണ് വരുന്നത് നമുക്ക് ഇവിടെ കിട്ടും. നമ്മൾ കൊടുത്ത അൽഗോരിതംസ് ഏതൊക്കെയായിരുന്നു, SVC, റാൻഡം ഫോറസ്റ്റ്, KNN, അതേപോലെ ഡിസിഷൻ ട്രീ ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ഏറ്റവും ബെസ്റ്റ് മോഡൽസ് ഏതൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്ക് ഔട്ട്കം തന്നിട്ടുണ്ട്. ഡിസിഷൻ ട്രീൻ്റെ മാക്സ് ഡെപ്ത് എന്ന് പറയുന്നത് 7 ആണ് വരുന്നത്. അതേപോലെ റാൻഡം KNNൻ്റെ N നൈബേഴ്സ് ആണ് വരിക. റാൻഡം ഫോറസ്റ്റിൻ്റെ ഏതാണ് വരുന്നത്, N എസ്റ്റിമേറ്റേഴ്സ് ആണ് വരുന്നത്. അതേപോലെ SVCൻ്റെ കേർണൽ, RBF, ഗാമ, ഓട്ടോ ആയിട്ടും C10 കൊടുക്കുമ്പോഴാണ് ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നതെന്നുള്ള ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ N ഐറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ പാരം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, എന്ത് കൊടുക്കാം, N ഐറ്റേഴ്സ് എന്ന് പറയുന്നത് റാൻഡം ആയിട്ട് ഇത്ര കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമ്മൾ 3 ആണ് കൊടുത്തിരിക്കുന്നത്, അതിന് പകരം വേണമെങ്കിൽ എന്ത് ചെയ്യാം, 20 കൊടുക്കാം. സോ റാൻഡംലി എന്ത് ചെയ്യണം, 20 കോമ്പിനേഷൻസ് ട്രൈ ചെയ്യണം. ഇവിടെ നമ്മൾ 3 ആണ് കൊടുത്തിരിക്കുന്നത്. സോ 3 കോമ്പിനേഷൻസ് ട്രൈ ഔട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിക്കാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്, N ഐറ്റേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ N ജോബ് എന്ന് പറയുന്നുണ്ട്, അതായത് അവൈലബിൾ കോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് N ജോബ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ കൊടുത്തിട്ടില്ല. ദെൻ റാൻഡമൈസ്ഡ് സെർച്ച് CV എന്ന് പറയുന്നത് കുറച്ചും കൂടി ലാർജ് ഗ്രിഡിൻ്റെ കേസിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. റാൻഡമൈസ്ഡ് സെർച്ച് CV എന്ന് പറഞ്ഞത് നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നല്ല രീതിക്കുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ റാൻഡമൈസ്ഡ് സെർച്ച് CV എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആക്യുറസി സ്കോർ അതേപോലെ തന്നെ എന്താണ് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ എന്ത് കൊടുക്കുക, പ്രിൻ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ബെസ്റ്റ് പാരാമീറ്റേഴ്സ്. ഇതും റാൻഡം സെർച്ചിലാണ് നമ്മൾ നോക്കുന്നത്. റാൻഡം സെർച്ച് അതിനുശേഷം ഒരു കോളനൊക്കെ ഇടുന്നുണ്ട്. ഇത് എനിക്ക് വേണ്ടിയിട്ട് കൊടുക്കാം കേട്ടോ, കമ്പൽസറി അല്ല, വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. തന്നെ എന്ത് കൊടുക്കാം, റാൻഡം അണ്ടർസ്കോർ സെർച്ച് ഫംഗ്ഷൻ ഡോട്ട് എന്ത് കൊടുക്കുക, ബെസ്റ്റ് അണ്ടർസ്കോർ പരംസ് അണ്ടർസ്കോർ കൊടുക്കുക. സോ ബെസ്റ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് അങ്ങനെ കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വൈപ്രെഡ് ചെക്ക് ചെയ്ത് നോക്കാം. സോ വൈപ്രെഡ് അണ്ടർസ്കോർ റാൻഡം കൊടുക്കുന്നുണ്ട്. വൈപ്രെഡ് അണ്ടർസ്കോർ റാൻഡം ഈക്വൽസ് എന്ത് കൊടുക്കുക, റാൻഡം അണ്ടർസ്കോർ സെർച്ച് കൊടുക്കുക ഡോട്ട് പ്രിഡിക്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ് ടെസ്റ്റ് അണ്ടർസ്കോർ സ്കെയിൽഡ് കൊടുക്കുക. പ്രിഡിക്റ്റിൻ്റെ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലൈനിൽ എന്ത് ചെയ്യുക,
നമുക്ക് അതിൻ്റെ ആക്യുറസി സ്കോർ പ്രിന്റ് ചെയ്യാനുണ്ട്. സോ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, റാൻഡം സെർച്ച് ആക്യുറസി കൊടുക്കുക, ആക്യുറസി സ്കോർ ചെക്ക് ചെയ്യണം. സോ ആക്യുറസി _സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വൈ ടെസ്റ്റും അതേപോലെ തന്നെ വൈപ്രെഡും കൊടുക്കുക. വൈ ടെസ്റ്റ് വൈപ്രെഡ് _റാൻഡം കൊടുക്കുക. സോ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടും കൂടി കൊടുക്കാം. സോ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ക്ലാസിഫിക്കേഷൻ _റിപ്പോർട്ട് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, വൈ ടെസ്റ്റ് വൈപ്രെഡ് _റാൻഡം കൊടുക്കുക. ഓക്കെ, സോ ഇനി നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്താണ് റാൻഡം സെർച്ചിൻ്റെ അവിടെയാണ് ഇഷ്യൂ വന്നിരിക്കുന്നത്. ഓക്കെ, റാൻഡം സെർച്ച് ബെസ്റ്റ് പാരാമീറ്റേഴ്സിൻ്റെ അവിടെ അല്ലേ. നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇതിൽ ഗ്രിഡ് സെർച്ചിൻ്റെ ഒപ്പം റാൻഡമൈസ് സെർച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്, റാൻഡമൈസ് സെർച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒക്കെയാണ്. ദെൻ അതിന് ശേഷം നമ്മൾ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്തിരുന്നു, മോഡൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. ദെൻ ഗ്രിഡൊക്കെ കൊടുത്തിരുന്നത് കറക്റ്റാണ്. ഓക്കെ, എന്തായാലും പോകുന്നുണ്ട്. റാൻഡമൈസ് സെർച്ച് CV നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. RSCVയിലായിരുന്നു അല്ലേ. ആ RSCV ആണ് കേട്ടോ അവിടെ യൂസ് ചെയ്യേണ്ടത്. അതാണ് അവിടെ ഇഷ്യൂ വന്നത്. റാൻഡം സെർച്ചിന് പകരം RSCV, എനിക്ക് ആ നെയിം ഓർത്ത് തെറ്റിയതാണ്. ഇവിടെയും മാറ്റാം. ഞാൻ റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ബെസ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് റാൻഡം സെർച്ചിൽ എന്താണ് മാക്സ് ഡെപ്ത് 7 കൊടുക്കുമ്പോൾ ബെസ്റ്റ് പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. ബട്ട് റാൻഡം സെർച്ചിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് എന്താണ് 0.33 ആണ്. അത് അത്ര നല്ല ആക്യുറസി ഒന്നും അല്ല, ബട്ട് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, സോ ഇതൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഗ്രിഡ് സെർച്ച് CV, അതേപോലെ തന്നെ റാൻഡമൈസ് സെർച്ച് CV, ഇതെന്താണ്? നമ്മളിപ്പോൾ എന്താ കംപ്ലീറ്റ് ചെയ്തത്? എന്താണ് ഗ്രിഡ് സെർച്ചും റാൻഡമൈസ് സെർച്ചും? നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? അതിലെന്താ വ്യത്യാസം വരുന്നത്? അതിൽ ഔട്ട്പുട്ടിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അതല്ലാതെ വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? നമ്മൾ ഈ ഒരു ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്ങിൽ നമ്മൾ ചെയ്തതിൽ
എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? എന്താ നമ്മളിപ്പോൾ ചെയ്തേ? അതായത് ഫസ്റ്റ് ഗ്രിഡ് സെർച്ച് എന്താന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ഗ്രിഡിൽ അല്ലെങ്കിൽ ഹൈപ്പർ പാരാമീറ്ററിന്റെ കോമ്പിനേഷൻസ് വെച്ചിട്ട് നമ്മൾ ക്രോസ് വാലിഡേഷൻ ആണ് അവിടെ ചെയ്യുന്നത്. ഹൈപ്പർ പാരാമീറ്റേഴ്സിന്റെ കോമ്പിനേഷൻസ് വെച്ച് നമ്മൾ ക്രോസ് വാലിഡേഷൻ ആണ് ചെയ്യുന്നത്. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു ഡിക്ഷണറി അല്ലെങ്കിൽ ഒരു ഹൈപ്പർ പാരാമീറ്ററിന്റെ ഒരു ഡിക്ഷണറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന്റെ ബ്രാക്കറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ഓഫ് പോസിബിൾ വാല്യൂസും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഡിക്ഷണറിയിൽ. ഇവിടെ കണ്ടോ ഡിക്ഷണറീസ് കൊടുത്തത് കണ്ടോ, മോഡൽ പാരാമീറ്റർ. അതേപോലെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ലിസ്റ്റ് ഓഫ് ഹൈപ്പർ പാരാമീറ്റേഴ്സ് നമ്മൾ മാനുവലി കൊടുക്കുന്നുണ്ട്. ദെൻ അതിൽ നിന്ന് പോസിബിൾ വാല്യൂസും നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ഗ്രിഡ് സെർച്ച് CVയിലാണെങ്കിൽ എന്താണ് ചെയ്യുക, എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും ചെയ്ത് നോക്കും. ഇതാ കൊടുത്തിട്ടുള്ള ഹൈപ്പർ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് ഓരോ കോമ്പിനേഷൻസിനും കെ ഫോൾഡ് യൂസ് ചെയ്തിട്ടാണ്, കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. കെ ഫോൾഡ് വരുന്നുണ്ട് നെക്സ്റ്റിൽ. സോ ഇത് കഴിഞ്ഞതിന് ശേഷം കെ ഫോൾഡ് ആയിരിക്കും പറഞ്ഞുതരാം. സോ അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നമ്മൾ CV = 5 എന്ന് പറയുന്നത് 5 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ കെ ഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ 5 ഫോൾഡ് ആണ് നമ്മളിവിടെ ഗ്രിഡ് സെർച്ചിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, CV = 5 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്, അത് റിട്ടേൺ ചെയ്യും. എന്താണ് റിട്ടേൺ ചെയ്യുക, ബെസ്റ്റ് പെർഫോമിംഗ് മോഡൽ നമുക്ക് റിട്ടേൺ ചെയ്യുവാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ. സോ ഇപ്പോൾ ഒരു കുക്ക് ബുക്കിൻ്റെ കേസാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റെസിപ്പി നമുക്കങ്ങ് റെഫർ ചെയ്യുവാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹൈപ്പർ പാരാമീറ്റേഴ്സ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഒരു ഡിക്ഷണറി പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പാരാമീറ്റേഴ്സ് ഏതാന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ച് തരുവാണ് ഇതിൽ ചെയ്യുന്നത്. അതായത് ബെസ്റ്റ് പോസിബിൾ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യുവാണ്, തരുവാണ് ചെയ്യുന്നത്. ഒത്തിരി കോമ്പിനേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതിലിപ്പോൾ നമ്മൾ 5 ഫോൾഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ N-nitre കൊടുക്കുവാണെങ്കിൽ അത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമാണ്. ഒത്തിരി കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര സ്ലോ ആയിരിക്കും. അതേപോലെ കമ്പ്യൂട്ടേഷണലിയും എക്സ്പെൻസീവ് ആയിരിക്കാം മേ ബി. സോ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും സിസ്റ്റം, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇത് സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതാണ് ഗ്രിഡ് സെർച്ചിൻ്റെ കേസിൽ വരുന്നത്. ദെൻ നമ്മളത് റാൻഡമൈസ് സെർച്ചിക്ക് വരുവാണെങ്കിൽ എന്താണ്, ഒരു റാൻഡം സബ്സെറ്റ് ഹൈപ്പർ പാരാമീറ്റർ കോമ്പിനേഷനിൽ നമ്മൾ കൊടുത്ത എല്ലാം ട്രൈ ചെയ്യാതെ അതിൽ നിന്ന് റാൻഡം ആയിട്ടൊരു സബ്സെറ്റ് എടുക്കുള്ളൂ. ഓക്കെ, ഇതിൽ നിന്ന് റാൻഡം ആയിട്ടൊരു സബ്സെറ്റിനെ എടുക്കുള്ളൂ ഇതിൽ റാൻഡമൈസ് സെർച്ച് CVയിൽ. ദെൻ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമ്മളൊരു തൊട്ട് താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ഹൈപ്പർ പാരാമീറ്റേഴ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിൽ എന്താണ് നമ്മൾ N-nitres സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ റാൻഡമൈസ് ഇവിടെ. ഓക്കെ, സോ നമ്മളൊരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഫോളോപ്പ് കൊടുത്തിട്ട് ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൈപ്പർ പാരാമീറ്റേഴ്സ്, ഓരോ ഹൈപ്പർ പാരാമീറ്റേഴ്സും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ റാൻഡംലി എന്ത് ചെയ്യും, സാമ്പിൾസ് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഐട്രേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ N-nitres കോമ്പിനേഷൻസ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത് കേട്ടോ. N-nitres കോമ്പിനേഷൻസ് ആയിരിക്കും അവിടെ വരുന്നത്. ദെൻ ഓരോന്നിനെയും അതിൻ്റെ കെ ഫോൾഡ് CV = 5 കൊടുത്തിട്ടുണ്ട്. സോ 5 കെ ഫോൾഡ് വെച്ചിട്ടായിരിക്കും അവിടെ 5 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. ദെൻ ബെസ്റ്റ് പെർഫോമിംഗ് മോഡലിനെ നമ്മൾ സാമ്പിൾ ട്രയൽ വെച്ചിട്ടുള്ള ഇതിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിന് നമ്മൾ റിട്ടേൺ ചെയ്ത് കിട്ടുവാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അത് വെച്ചിട്ട് റിട്ടേൺ ചെയ്യുവാണ് ഇവിടെ നടക്കുന്നത്. 20 റാൻഡം ഡിഷസ് നമ്മൾ കുക്ക് ബുക്കിൽ നോക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റിനെ ചൂസ് ചെയ്യുന്നു. സെയിം തന്നെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. മറ്റേതിൽ എങ്ങനെയാണ് കംപ്ലീറ്റ്ലി ആ കൊടുത്തതിൽ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുവാണ് ഇത് ചെയ്യുന്നത്, ഗ്രിഡ് സെർച്ച് CVയിൽ ചെയ്യുന്നത്. റാൻഡമൈസ് സെർച്ച് എന്ന് പറയുമ്പോൾ ഇതിൽ റാൻഡം ആയിട്ട് കുറച്ചെണ്ണത്തിനെ ചൂസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് മോഡലിനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൽ ബെസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അതാണ് ഇതിൽ വരുന്നത്, റാൻഡമൈസ് സെർച്ച് CVയിൽ വരുന്നത്. ഓക്കെ, കുറച്ചും കൂടി ഫാസ്റ്ററാണ്. ദെൻ വലിയ ഹൈപ്പർ പാരാമീറ്റേഴ്സ് സ്പേസ് ഒത്തിരി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെറ്റർ, റാൻഡമൈസ് സെർച്ച്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനും, അതായത് ഇതാണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
റിഗ്രഷനും നമുക്ക് റാൻഡമൈസ് സെർച്ച് CV നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു ലിമിറ്റഡ് കമ്പ്യൂട്ടേഷൻ ടൈമിനുള്ളിൽ നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് റാൻഡം സെർച്ച് അല്ലെങ്കിൽ റാൻഡമൈസ് സെർച്ച് എന്ന് പറഞ്ഞാൽ. ദെൻ ഇത് തമ്മിലുള്ള കമ്പാരിസൺ പറയുവാണെങ്കിൽ എന്താണ്, ഗ്രിഡ് സെർച്ചിനെ എക്സ്ഹോസ്റ്റീവ് എന്ന് പറയും. അതായത് എല്ലാ കോമ്പിനേഷൻസും എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. റാൻഡമൈസ് സെർച്ച് CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാൻഡം സബ്സെറ്റ് ഓഫ് കോമ്പിനേഷൻസ് ആയിരിക്കും ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഗ്രിഡ് സെർച്ചിന്റെ സ്പീഡ് നോക്കുവാണെങ്കിൽ വലിയ ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ വലിയ ഗ്രിഡ് ഒക്കെ വരുവാണെങ്കിൽ എന്തായിരിക്കും, സ്ലോ ആയിരിക്കും. ബട്ട് റാൻഡമൈസ് സെർച്ചിന്റെ കേസിൽ ഫാസ്റ്റർ ആയിരിക്കും വരുന്നത്. ദെൻ അതേപോലെ തന്നെ ഒപ്റ്റിമൽ ഗ്യാരണ്ടി എന്ന് പറയും. അതായത് ഗ്രിഡ് സെർച്ചിൽ മസ്റ്റ് ആയിട്ടും ഉണ്ടാവും. ഗ്രിഡ് ഒക്കെ ആണെങ്കിൽ നമുക്കത് ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാൻ പറ്റും. ബട്ട് റാൻഡമൈസ് സെർച്ച് CVയിൽ അത് ഗ്യാരണ്ടീഡ് അല്ല. ദെൻ ഫ്ലെക്സിബിലിറ്റി പറയുവാണെങ്കിൽ ഡിസ്ക്രീറ്റ് വാല്യൂസിന് മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഗ്രിഡ് സെർച്ച് CV നമ്മൾ യൂസ് ചെയ്യുക. ഇനി റാൻഡമൈസ് സെർച്ച് CVന്റെ കേസ് പറയുവാണെങ്കിൽ എന്താണ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും കൂടി സപ്പോർട്ട് ചെയ്യും. അതേപോലെ ചെറിയ സെർച്ച് സ്പേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രിഡ് സെർച്ച് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. വലിയ സെർച്ച് സ്പേസ് ഒക്കെ ആണെങ്കിൽ ലാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെർച്ച് സ്പേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരിക, റാൻഡമൈസ് സെർച്ച് CV ആണ് വരുന്നത്. ഇതിന്റെ ഓവറോൾ സമ്മറി പറയുവാണെങ്കിൽ നമ്മൾ ഗ്രിഡ് സെർച്ച് യൂസ് ചെയ്യുന്നത് ഇതാണ്, ഹൈപ്പർ പാരാമീറ്റേഴ്സ് കുറവാണെങ്കിൽ അങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുക. ദെൻ ബെസ്റ്റ് പോസിബിൾ കോൺഫിഗറേഷൻ നമുക്ക് റിട്ടേൺ ചെയ്യുവാണ് ചെയ്യുന്നത്. ദെൻ റാൻഡമൈസ് സെർച്ച് CV എന്ന് പറഞ്ഞാൽ സ്പേസ് ഒത്തിരി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് വാല്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റാൻഡമൈസ് സെർച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ലിമിറ്റഡ് ടൈമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പവറിന് എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഒരു ക്വിക്ക് ആയിട്ടുള്ള ബെസ്റ്റ് മോഡൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു മോഡലിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റാൻഡമൈസ് സെർച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഗ്രിഡ് സെർച്ചിൻ്റെയും റാൻഡം സെർച്ചിൻ്റെയും ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് ഗ്രിഡ് സെർച്ച് CVയും അതേപോലെ തന്നെ റാൻഡമൈസ് സെർച്ച് CV എന്ന് പറയുന്നത്. ഇതൊരു ഓവർവ്യൂ ആണ് ഹൈപ്പർ പാരാമീറ്റേഴ്സിന്റെ. നെക്സ്റ്റ് നമ്മൾ K-ഫോൾഡ് വാലിഡേഷൻ ആയിരിക്കും പറയുന്നത് കേട്ടോ. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദെൻ മാനുവലി 1 by 1 ആയിട്ട് ചെയ്ത് നോക്കണം, അത് വേറെ. അതേപോലെ തന്നെ ഇതേപോലെ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ് വെച്ചിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. ഇത് മനസ്സിലായോ? ഹലോ, ഓക്കെ. സോ ഇതേപോലെ തന്നെ വേറെ നമുക്ക് എന്തുണ്ട്, ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. മാനുവൽ സെർച്ച് ഉണ്ട്, അതേപോലെ തന്നെ ബേസിൻ ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. നമ്മൾ ബേസ് തിയറത്തിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ബേസ് തിയറത്തിന്റെ അത് വെച്ചിട്ട് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. സോ മാനുവൽ വെച്ചിട്ട് ജസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി കേണൽ ഉണ്ടാക്കൂലേ, അത് തന്നെയാണ് മാനുവലി വരുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമ്മൾ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോ ഇപ്പോൾ നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കേണൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഡാറ്റ സെറ്റ് വെച്ചിട്ട് SVC വെച്ചിട്ട്, ആ ഒരു സെയിം ഫോമാറ്റിൽ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ഇത് വരുന്നത് മാനുവൽ സെർച്ച് അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ എന്നൊക്കെ അതിനെ പറയും. സോ ആ ഒരു മെത്തേഡ് നമ്മൾ ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ട്. ദെൻ ബേസിയൻ ഒപ്റ്റിമൈസേഷൻ ആണ് വരുന്നത്. സോ അതിന് നമുക്ക് ചില അഡീഷണൽ ടൂൾസ് ചിലപ്പോൾ വേണ്ടി വരും. ഒപ്റ്റിന, അതേപോലെ തന്നെ സൈക്കിറ്റ് ലേണിൽ ഒപ്റ്റിമൈസിൽ സ്കോപ്റ്റ് എന്ന് പറയുന്ന ഒരു ടൂളും കൂടി ഉണ്ട്. സോ അതും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുക. മെയിൻലി യൂസ് ചെയ്യുന്നത് പ്രോബബിലിസ്റ്റിക് മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഗോഷ്യൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഏതിനാണ് ബെസ്റ്റ് അതായത് ഒരു പ്രഡിക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ബെസ്റ്റ് ഹൈപ്പർ പാരാമീറ്റേഴ്സ് വർക്ക് ചെയ്യുന്നപ്പോഴാണ് നമുക്ക് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ റാൻഡം സെർച്ചിനേക്കാളും കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആണെന്നാണ് ബേഷ്യൻ ഒപ്റ്റിമൈസേഷനെ നമ്മൾ പറയുക.
സോ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം അല്ലേ. ക്രോസ് വാലിഡേഷൻ സ്കോർ, ഓക്കെ, നമുക്ക് അതൊന്ന് ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. മാനുവൽ സെർച്ച് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് വൺ ആണ് ചെയ്യാൻ പോകുന്നത്. Bayesian optimization with the or സ്കോപ്റ്റിൽ ഇതിങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മെയിൻലി അത് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോബബിലിസ്റ്റിക് മോഡൽസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ലൈക്ക് ഏതാണ് ഗോഷ്യൻ, ഗോഷ്യൻ പ്രോസസ്സസിനൊക്കെ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിഡിക്റ്റ് ഏത് ഹൈപ്പർ പാരാമീറ്റർ ആണ്, വിച്ച് ഹൈപ്പർ പാരാമീറ്റർ might work ബെസ്റ്റ് ആയിട്ട് ഇത് ഹൈപ്പർ പാരാമീറ്റർ ആണ് വർക്ക് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മോർ ഇൻ്റലിജൻറ്റ് ദാൻ ഇതിൻ്റെ റാൻഡം സെർച്ചിനേക്കാളും മോർ ഇൻ്റലിജൻ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ടൂൾസിനെ ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. ഫസ്റ്റ് തന്നെ ഒപ്റ്റിനെ ഇമ്പോർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് കൊടുക്കുക, ഒപ്റ്റിനെ കൊടുക്കുക, റൺ ചെയ്ത് നോക്കുക. മൊഡ്യൂൾ നോട്ട് ഫൗണ്ട് പറയുന്നുണ്ട്. സോ എന്ത് ചെയ്യണം, പിപ്പ് ഇൻസ്റ്റാൾ കൊടുക്കേണ്ടതുണ്ടാവും. പിപ്പ് ഇൻസ്റ്റാൾ കൊടുക്കുക, then റൺ ചെയ്യാം. കുറച്ച് ടൈം എടുക്കും, ഒന്ന് ഇൻസ്റ്റാൾ ആവട്ടെ. അത് കഴിഞ്ഞതിന് ശേഷമുള്ള കോഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കാം. ഇമ്പോർട്ട് ഓപ്ഷന് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് എന്താണ്, നമുക്ക് ക്രോസ് വാലിഡേഷൻ സ്കോർ കണ്ടുപിടിക്കാനുണ്ട്. സോ അത് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ടിംഗ് ആണ്, ഇൻസ്റ്റാളേഷൻ അല്ല. അപ്പോൾ അത് ഇഷ്യൂസ് ഉണ്ടാവില്ല. സോ sklearn ഡോട്ട് എന്ത് കൊടുക്കാം, മോഡൽ അണ്ടർസ്കോർ സെലക്ഷനിലാണ് വരുന്നത്. സോ സെലക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇമ്പോർട്ട് ഇത് കൊടുക്കുക, ക്രോസ് അണ്ടർസ്കോർ വാൽ അണ്ടർസ്കോർ സ്കോർ കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കളക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റിക്വയർമെൻറ്റ് ഡൗൺലോഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, ടൈം എടുക്കുന്നത് അതിനാണ്. ഒത്തിരി ലൈൻസ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഒത്തിരി സ്റ്റെപ്സ് ഇവിടെ ഉണ്ടോ, ഒത്തിരി സ്റ്റെപ്സ് ഇവിടെ റണ്ണിങ്ങിൻ്റെ അവിടെ 6 എത്തിയപ്പോഴും അത് റിപ്പീറ്റ് ചെയ്ത് ഒത്തിരി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഡിലേ വന്നത്. സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ലൈനിന് നമുക്കിനി ആവശ്യമില്ല, അതങ്ങ് കമൻറ്റ് ചെയ്തിടുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താണ്, ഫ്രം sklearn ഡോട്ട് മോഡൽ സെലക്ഷൻ ഇമ്പോർട്ട് ക്രോസ് വാലിഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഫിൽ ചെയ്യാനുണ്ട്. സോ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കോഡ് കംപ്ലീറ്റ്ലി കൊടുക്കാം. ഡെഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ട്രയൽ കൊടുക്കുന്നുണ്ട്. ദെൻ കോളൻ, നെക്സ്റ്റ് ലൈനിൽ സി അപ്പർ കേസ് സി ഈക്വൽസ് ഇത് കൊടുക്കുന്നുണ്ട്,
ട്രയൽ ഡോട്ട് സജസ്റ്റ് അണ്ടർസ്കോർ അതിലുള്ള എന്താണ് ലോഗ് യൂണിഫോം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. സോ ലോഗ് യൂണിഫോം കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് സിംഗിൾ കോട്ട്സിൽ സി കൊടുക്കുക, കോമ 1 e മൈനസ് 3 കൊടുക്കുന്നുണ്ട്. നമ്മൾ ലോഗിൻ്റെ ഒക്കെ വാല്യൂ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഈ കൊടുക്കുന്നത് കേട്ടോ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ സി കൊടുത്തത് പോലെ തന്നെ ഗാമ കൊടുക്കുന്നുണ്ട്. ഗാമ ഈക്വൽസ് കൊടുക്കുന്നുണ്ട് ട്രയൽ ഡോട്ട് സജസ്റ്റ് കൊടുക്കുക, ലോഗ് യൂണിഫോം കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഗാമ കൊടുക്കുക, കോമ 1 e മൈനസ് 4 കോമ 1 e മൈനസ് 1 കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഗാമ കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് കേർണലാണ് വരുന്നത്. സോ കേർണൽ ഈക്വൽസ് എന്ത് കൊടുക്കുക, ട്രയൽ ഡോട്ട് സജസ്റ്റ് അണ്ടർസ്കോർ ഇതിൽ കാറ്റഗറിക്കലാണ് കൊടുക്കുന്നത് കേട്ടോ. കാറ്റഗറിക്കൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ള സിംഗിൾ കോട്ട്സിൽ കേർണൽ കൊടുക്കുന്നുണ്ട്, കോമ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, RBF കൊടുക്കുക, കോമ അതേപോലെ ലീനിയർ കൊടുക്കണം. ദെൻ ലീനിയർ കൊടുത്തിട്ടുണ്ട്, RBF. ദെൻ അതേപോലെ തന്നെ പോളിംഗ് കൂടി കൊടുക്കാം. ഇത് കൊടുക്കാം, പോളിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. SVC ഈക്വൽസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ. സോ SVC ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, സി ഈക്വൽ സി കോമ എന്താണ് ഗാമ ഈക്വൽസ് ഗാമ കൊടുക്കുക, കോമ അതേപോലെ കേർണൽ ഈക്വൽസ് കേർണൽ കൊടുക്കുക. സോ ആ വാല്യൂസ് നമ്മൾ മുകളിൽ അസൈൻ ചെയ്ത് കൊടുത്ത വാല്യൂസ് നമ്മളിവിടെ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, റിട്ടേൺ ചെയ്യാൻ കൊടുക്കുക. സോ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. എന്താണ് ക്രോസ് അണ്ടർസ്കോർ കൊടുക്കുക, വാൾ അണ്ടർസ്കോർ സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, SVC കൊടുക്കുക, കോമ എക്സ്ട്രെയിൻ അണ്ടർസ്കോർ സ്കെയിൽ നമ്മുടെ സ്കെയിൽ നമ്മൾ ഏറ്റവും മുകളിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സ്കെയിലാണ് യൂസ് ചെയ്തിട്ട് കൊടുത്തത്. സോ എക്സ്ട്രെയിൻ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്ത് പാസ് ചെയ്യുക, വൈറ്റ് ട്രെയിൻ കൊടുക്കുക, കോമ CV ഈക്വൽസ് 5 കൊടുക്കുക, കോമ CV ഈക്വൽസ് 5 കൊടുത്തതിന് ശേഷം ഡോട്ട് മീൻ ഫംഗ്ഷൻ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഫംഗ്ഷൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ആ ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് കോൾ ചെയ്ത് നോക്കണം. സോ സ്റ്റഡി എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റഡി ഈക്വൽസ് നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ്റെ പേര് ഒപ്റ്റിനെ കൊടുക്കുന്നുണ്ട്, ഡോട്ട് ഇത് കൊടുക്കുന്നുണ്ട്, ക്രിയേറ്റ് അണ്ടർസ്കോർ സ്റ്റഡി. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഡയറക്ഷൻ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുന്നുണ്ട്, മാക്സിമൈസ് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്താണ് സ്റ്റഡി നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ നെയിം ഡോട്ട് ഒപ്റ്റിമൈസ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റീവ് കോമ n ട്രയൽസ് ഈക്വൽസ് 50 കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ബെസ്റ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. സോ പ്രിൻറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സ്റ്റഡി ഡോട്ട് ബെസ്റ്റ് അണ്ടർസ്കോർ പരംസ് കൊടുത്തിട്ട് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇത് ഓരോന്നും ട്രയൽ ചെയ്യുന്നതിൻ്റെയാണ് കേട്ടോ ഈ വരുന്നത്. നമുക്ക് നോക്കാം ഫൈനൽ ഔട്ട്പുട്ട് എന്താ വരുന്നതെന്ന്.
ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ബെസ്റ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. എല്ലാം ട്രയൽ ചെയ്തതിന് ശേഷം, ഇത്രയും സ്റ്റെപ്സ് ട്രയൽ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സി വാല്യൂ എന്ന് പറയുന്നത് 5.778 എന്ന് പറയുന്ന വാല്യൂയും, അതേപോലെ ഗാമ എന്ന് പറയുന്നത് 0 ആയിട്ടും, കേണൽ എന്ന് പറയുന്നത് ലീനിയർ കേണലും വെച്ചിട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് പാരാമീറ്റേഴ്സ് അതാണെന്നാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മെത്തേഡ് ബേഷ്യൻ ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സോ കുറച്ചും കൂടി ഫാസ്റ്റർ ആൻഡ് എഫിഷ്യൻ്റ് ആണ് ഗ്രിഡ് സെർച്ചിനേക്കാളും. ഒരു ഒപ്റ്റിമൽ അല്ലെങ്കിൽ നിയർ ഒപ്റ്റിമൽ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. സോ ബാക്കി നമുക്ക് എന്താണ് ജനറ്റിക് അൽഗോരിതം വെച്ചിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് ഡേ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഡേ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഇത്രയും വരെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.